പ്രിയ കൂട്ടുകാരെ, നിങ്ങൾ ഇന്ന് കേട്ടു തുടങ്ങാൻ പോകുന്നത് അഖിൽ പി ധർമ്മരാജൻ്റെ സിനിമാറ്റിക് നോവലായ റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലാണ്. 3.5 ലക്ഷത്തിലധികം കോപ്പികൾ വിറ്റഴിഞ്ഞതും കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയതുമായ പുസ്തകമാണ് റാം കെയർ ഓഫ് ആനന്ദി. നമുക്ക് 1-ാം ഭാഗത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് കഥ തുടങ്ങാം അല്ലേ. 2018 ജനുവരി 23 5:45 AM ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് ഏതാനും കിലോമീറ്ററുകൾക്ക് മുൻപുള്ള ആവടി എന്ന ചെറിയ റെയിൽവേ സ്റ്റേഷൻ. അതിരാവിലെ ട്രാക്കിലും ട്രാക്കിൻ്റെ പരിസരത്തുമൊക്കെയായി വെളിക്കിറങ്ങാനിരിക്കുന്നവർ സുരക്ഷിതമായ മറ്റു സ്ഥാനങ്ങളിലേക്ക് മാറിയിരിക്കുന്നു. ഹോൺ മുഴക്കി വേഗത കുറച്ച് 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ആലപ്പി ചെന്നൈ എക്സ്പ്രസ് വന്നു നിൽക്കുമ്പോഴേക്കും പുറത്തേക്ക് ഇറങ്ങുവാനുള്ള ആളുകളുടെ തിരക്ക് വാതിലിനരികിൽ രൂപപ്പെട്ടു കഴിഞ്ഞു. ട്രെയിൻ നിൽക്കുന്നതിന് മുൻപേ തന്നെ ആളുകൾ തിക്കിത്തിരക്കി ഇറങ്ങിത്തുടങ്ങി. ചെന്നൈ സിറ്റിയുടെ ഔട്ടറിൽ താമസിക്കുന്നവരും ജോലി ചെയ്യുന്നവരുമൊക്കെയാണ് സാധാരണ ആ സ്റ്റേഷൻ ഉപയോഗിക്കാറുള്ളത്. തിരക്കുകൾക്കിടയിൽപ്പെട്ട് ഞെരിഞ്ഞമർന്ന ബാഗുകളുമായി ഒരുവിധം ശ്രീരാമും പുറത്തേക്ക് ഇറങ്ങി. വലിയ കേടുപാടുകളില്ലാതെ പുറത്തേക്കിറങ്ങിയ സമാധാനത്തിൽ അവൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒന്ന് നടുനിവർത്തി. ആ സ്റ്റേഷനിൽ ഇറങ്ങിയ ആളുകളൊക്കെയും നിമിഷ നേരം കൊണ്ട് പല ഭാഗത്തേക്കും ചിതറിപ്പോയി. ആ സമയത്ത് ട്രെയിൻ ഹോൺ മുഴക്കിക്കൊണ്ട് വീണ്ടും മുന്നോട്ട് നീങ്ങി തുടങ്ങിയിരുന്നു. ചുമലിലും തോളിൻ്റെ ഇരുവശങ്ങളിലും തൂക്കിയിട്ടിരുന്ന ബാഗുകൾ നിലത്തേക്ക് ഊരിവെച്ചിട്ട് അവൻ പ്ലാറ്റ്ഫോമിൽ മൊത്തമായി ഒന്ന് കണ്ണോടിച്ചു നോക്കി. തന്നെ കൂട്ടുവാനായി ബിനീഷേട്ടൻ എത്തിയിട്ടില്ല. നിലത്തിരിക്കുന്ന ബാഗുകൾ സമീപത്തെ സിമൻറ്റ് ബെഞ്ചിലേക്ക് കയറ്റിവെച്ച് പ്ലാറ്റ്ഫോമിലെ ഡ്രിങ്കിങ് വാട്ടർ ടാപ്പിനരികിലേക്ക് മുഖം കഴുകാനായി ശ്രീറാം നടന്നു. ടാപ്പ് തുറന്നതും ഷൂ എന്നുള്ളൊരു ശബ്ദം മാത്രം കേട്ടു. ടാപ്പിൽ 2 വട്ടം തട്ടിയപ്പോൾ കേട്ട ശബ്ദത്തിൽ വലിയ വ്യത്യാസമുണ്ടായതല്ലാതെ വെള്ളം വന്നില്ല. മുഖം കഴുകാനുള്ള പദ്ധതി ഉപേക്ഷിച്ച് അവൻ ബാഗുകൾ വച്ചിരുന്ന ബെഞ്ചിലേക്ക് പോയിരുന്നു. തൻ്റെ എതിർവശത്തുള്ള ട്രാക്കിൽ ഒരാൾ ഒരു കുപ്പി വെള്ളവുമായി ബീഡിയും വലിച്ച് കുത്തിയിരിക്കുന്നത് കണ്ടപ്പോൾ അവൻ ചുറ്റുപാടുമൊന്ന് ശ്രദ്ധിച്ചു. ദൂരേക്ക് മാറിയും ചില ആളുകൾ 2 ട്രാക്കുകളുടെ നടുഭാഗത്തും ട്രാക്കിനുള്ളിലുമൊക്കെയായി കാര്യം സാധിക്കുവാൻ വേണ്ടി കുത്തിയിരിപ്പുണ്ട്. സമീപത്തുള്ള പബ്ലിക് ടോയ്ലറ്റിലേക്ക് നോക്കി. അത് താഴിട്ട് പൂട്ടിയിരിക്കുന്നു. ഏതായാലും തമിഴ്നാട്ടിലെ ആദ്യത്തെ കണി കൊള്ളാം. ശ്രീറാം സ്വയം പിറുപിറുത്തു. ഫോൺ എടുത്ത് അതിൽ 1 മണിക്കൂർ മുൻപേ വിളിച്ച ബിനീഷേട്ടൻ്റെ നമ്പർ ഒരിക്കൽ കൂടി ഡയൽ ചെയ്തു. രാമേ, നീ എത്തിയോടാ? പിന്നില്ലേ, നിങ്ങളിത് എവിടാണ് മനുഷ്യ? ഞാനിവിടെ കുറേ അപ്പി ടീംസിൻ്റെ നടുവിലാണ്. അതൊക്കെ ഇവിടെ സർവ്വസാധാരണമല്ലേ. നീ ഒരു കാര്യം ചെയ്യ്, ഇപ്പോൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന റോഡിലേക്ക് വന്ന് നിൽക്ക്. ഏത്? ആ SBIയുടെ ATM കാണുന്ന ഭാഗത്തെ റോഡാണോ? അത് തന്നെ, അങ്ങോട്ടേക്ക് പോര്. ഞാൻ ദേ ഇപ്പോൾ എത്തും. അതും പറഞ്ഞുകൊണ്ട് അയാൾ ഫോൺ കട്ട് ചെയ്തു. കോൾ കട്ടായതും ചുറ്റുപാടും ഒരിക്കൽ കൂടി നിരീക്ഷിച്ചിട്ട് ബാഗുകളും എടുത്ത് ശ്രീറാം എതിർവശത്തുള്ള റോഡ് ലക്ഷ്യമാക്കി നടന്നു. 9 വർഷത്തോളമായി ചെന്നൈയിലെ DHL IT പാർക്കിലെ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് ബിനീഷേട്ടൻ. ഏറ്റവും അടുത്ത സുഹൃത്തായ മനീഷിൻ്റെ ചേട്ടനായതിനാൽ ശ്രീറാമിനും സഹോദര സ്നേഹം അയാളോടുണ്ടായിരുന്നു. 30 വയസ്സായെങ്കിലും വീട്ടുകാരുടെ കല്യാണക്കിണിയിൽ ഒന്നും വീഴാതെ ബാച്ചിലർ ലൈഫ് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ഒരുവനായിരുന്നു ബിനീഷേട്ടൻ. പഴനിയിലും രാമേശ്വരത്തും ക്ഷേത്ര ദർശനത്തിന് കുടുംബസമേതം പലപ്പോഴായി പോയിട്ടുണ്ടെങ്കിലും സിനിമാ പഠനത്തിന് തമിഴ്നാട് തിരഞ്ഞെടുക്കുമ്പോഴുള്ള ഏക ധൈര്യം ബിനീഷേട്ടൻ ചെന്നൈയിലുള്ളതാണെന്നായിരുന്നു. എതിർവശത്തുള്ള റോഡിലേക്ക് അവൻ നടന്നെത്തിയതും റോഡിൻ്റെ ആരംഭത്തിൽ കാണുന്ന SBIയുടെ ATM കൗണ്ടറിൻ്റെ മുന്നിൽ ഒരു കറുത്ത ക്ലാസിക് ബുള്ളറ്റിൽ ചാരി നിൽക്കുന്ന ബിനീഷേട്ടനെ കണ്ടു. ഓയ് ബിനീഷേട്ടാ! അവൻ ഓടിച്ചെന്ന് അയാളെ കെട്ടിപ്പിടിച്ചു. എന്ത് പാടാ ഇത്? നാട്ടിലെ നിൻ്റെ സാധനങ്ങൾ മൊത്തം ഇങ്ങ് കൊണ്ടുപോന്നോ? ഇതിപ്പോൾ ഒരുപാട് ബാഗുകളുണ്ടല്ലോ. അവൻ്റെ വലിയ 3 ബാഗുകൾ കൊണ്ട് അയാൾ അമ്പരന്നു. ഒരു വഴിക്ക് പോകുമല്ലേ? എൻ്റെ സാധന സാമഗ്രികളെല്ലാം ബാഗിലാക്കി ഇങ്ങെടുത്തു. ശരി, സമയം കളയണ്ട, നമുക്ക് ഫ്ലാറ്റിലേക്ക് പോകാം. കുറച്ച് കഴിഞ്ഞാൽ റോഡിലൊക്കെ നല്ല തിരക്കാവും. ശ്രീറാം നിലത്തേക്ക് വെച്ച് ബാഗുകളിൽ ഒന്നെടുത്ത് തൻ്റെ തോളിലേക്ക് ക്രോസാക്കി ഇട്ടുകൊണ്ട് ബിനീഷേട്ടൻ പറഞ്ഞു. ഒരു പൊട്ടലോടെ എൻഫീൽഡ് ക്ലാസിക് 350 ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്യപ്പെട്ടു. ബാഗുകൾ താങ്ങിക്കൊണ്ട് റാം ബൈക്കിൻ്റെ പിന്നിലേക്ക് കയറിയിരുന്നു. ആക്സിലേറ്റർ കൂട്ടി ഒന്ന് ശബ്ദമുണ്ടാക്കിയ ശേഷം ഫസ്റ്റ് ഗിയറിൽ ബിനീഷേട്ടൻ ബൈക്ക് മുന്നോട്ടെടുത്തു. ബുള്ളറ്റിൻ്റെ പിൻസീറ്റിലിരുന്ന് അവൻ ചെന്നൈ നഗരത്തെ ആകെ നോക്കിക്കണ്ടു. വണ്ടികൾ തലങ്ങും വിലങ്ങും ഓടി പൊടിമയമായ അന്തരീക്ഷം. ലൂണ പോലുള്ള വണ്ടികളാണ് ആളുകൾ അധികമായി ഉപയോഗിക്കുന്നത്. റോഡിൻ്റെ ഇരുവശത്തും ചായക്കടകൾക്ക് മുന്നിലിരുന്ന് സ്ത്രീകൾ ഉൾപ്പെടെ പ്രായം ചെന്നവർ ചായ കുടിച്ച് കുശലം പറയുന്നു. മിക്കവരുടെയും കയ്യിൽ 4 മണി പലഹാരം പോലുള്ള സമോസയോ ചെറിയ വെട്ടുകേക്കോ ഉണ്ട്.
പലരുടെയും അരികിൽ പൂക്കൂടയും ചീരക്കൂടയും കെട്ടിടം പണിക്ക് ഉപയോഗിക്കുന്ന ആയുധങ്ങളുമൊക്കെ ഇരിപ്പുണ്ട്. അതാണ് അവരുടെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ്. റാം അവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത് മിററിൽ കൂടി കണ്ട ബിനീഷേട്ടൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൻ ഒന്ന് മൂളിയ ശേഷം വീണ്ടും ചുറ്റുപാടുകളിലേക്ക് കണ്ണു പായിച്ചു. ഏകദേശം അരമണിക്കൂറെടുത്ത് ബിനീഷേട്ടൻ്റെ താമസ സ്ഥലമായ അയ്യപ്പൻ താങ്കലിലെത്താൻ. സാമാന്യം തിരക്കുള്ള ഒരു തെരുവിലായിരുന്നു ബിനീഷേട്ടൻ്റെ ഫ്ലാറ്റ്. നടുവിൽ കൂടി ചവിട്ടുപടികൾ മുകളിലേക്ക് പോകുന്ന തരത്തിലുള്ള 2 നില കെട്ടിടം. 2 നിലകളിലായി അന്യോന്യം അഭിമുഖീകരിക്കുന്ന തരത്തിൽ 4 ഫ്ലാറ്റുകൾ. മുകളിലത്തെ നിലയിൽ വലതുഭാഗത്തായിരുന്നു അവരുടെ ഫ്ലാറ്റ്. ഫ്ലാറ്റിൻ്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ ട്രെയിനിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ തനിക്കുണ്ടായ അതേ മനോവിഷമം റാമിന് വീണ്ടും ഉണ്ടായി. ചെറുപ്പം മുതൽ വീട്ടിൽ നിന്നും അധികമായി അവനങ്ങനെ മാറി നിന്നിട്ടില്ല. ബാഗിൻ്റെ സൈഡിലെ നെറ്റ് കൊണ്ടുള്ള അറയിൽ നിന്നും ഒരു ബോട്ടിൽ ഊരിയെടുത്ത് അവശേഷിച്ചിരുന്ന ഇളം ചുവപ്പ് നിറമുള്ള വെള്ളം ശ്രീറാം വായിലേക്ക് കമഴ്ത്തി. ദാഹിക്കുന്നതിൽ ഫ്രിഡ്ജിൽ തണുത്ത വെള്ളം ഇരിപ്പുണ്ടടാ. അവൻ ആക്രാന്തത്തോടെ വെള്ളം കുടിക്കുന്നത് കണ്ടതും അയാൾ പറഞ്ഞു, ഏയ് ഇത് പണ്ട് തൊട്ടേയുള്ള ഒരു ശീലമാണ് ചേട്ടാ. വീട്ടിൽ നിന്നും എപ്പോഴേലും മാറി നിൽക്കേണ്ടി വന്നാൽ അമ്മ കരിങ്ങാലിയിട്ട് തിളപ്പിച്ച് വെച്ചേക്കുന്ന 1-2 കുപ്പി വെള്ളം കയ്യിൽ തരും. എന്നിട്ട് വീടോ വീട്ടുകാരെയോ മിസ് ചെയ്യുമ്പോൾ അതിൽ നിന്നും ഒരു ഇറക്ക വെള്ളം അങ്ങ് കുടിക്കും. അതോടെ എൻ്റെ ഹോം സിക്നെസ്സിന് താൽക്കാലിക ശമനമുണ്ടാകും. അവൻ പറയുന്നതൊക്കെ കേട്ടിട്ട് എന്തോ സംശയം തോന്നിയ ബിനീഷേട്ടൻ തോളിൽ തൂക്കിയിരുന്ന ബാഗ് നിലത്തേക്ക് ഊരി വെച്ച് സിബ് തുറന്നു നോക്കി. അതിനുള്ളിൽ 1 ലിറ്റർ അളവിലുള്ള 10ഓളം കുപ്പികൾ ഇളം ചുവപ്പ് നിറത്തിലുള്ള കരിങ്ങാലി വെള്ളം നിറച്ചു വെച്ചിരിക്കുന്നത് കണ്ട് അയാളുടെ കണ്ണ് തള്ളിപ്പോയി. ദൈവമേ, 10 ബോട്ടിലോ? കരിങ്ങാലി വെള്ളവും തൂക്കി ചെന്നൈക്ക് വരാൻ നിനക്കെന്താ പ്രാന്താണോ? അയാളുടെ ചോദ്യം കേട്ട് റാം ഉറക്കെ ചിരിച്ചു. 2 ബെഡ്റൂമും 1 കിച്ചണും ചെറിയ ഹാളും 1 കോമൺ ബാത്റൂമും അടങ്ങുന്ന ഒതുങ്ങിയ ഒരു ഫ്ലാറ്റായിരുന്നു അത്. ഹാളിലെ ഉള്ള സ്ഥലത്തായി ഒരു സോഫയും ചെറിയ ടേബിളും ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഹാളിലെ തന്നെ ഷെൽഫിലായി അറിയപ്പെടുന്ന എല്ലാ ഹിന്ദു ദൈവങ്ങളുടെ ഫോട്ടോയും നിരത്തി വച്ചിരിക്കുന്നു. ബെഡ്റൂമുകളിലൊന്നിന് ഒരു നീളൻ ബാൽക്കണിയും ഉണ്ടായിരുന്നു. അവിടെ നിന്നാൽ മുന്നിലെ തെരുവ് മൊത്തമായി കാണാം. ദേ, ആ കാണുന്നതാ നിന്റെ മുറി. ബാൽക്കണിയിലുള്ള മുറി കാട്ടി ബിനീഷേട്ടൻ പറഞ്ഞു. ആഹാ, അടിപൊളി. ബാൽക്കണിയുള്ള റൂം കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ റാം ബാഗും എടുത്ത് മുറിയിലേക്ക് കയറിയതും മുറിയുടെ ഭിത്തിയിൽ മുഴുവനും പല നിറത്തിലുള്ള പേപ്പറുകളിൽ എന്തൊക്കെയോ ഇംഗ്ലീഷ് വാചകങ്ങളൊക്കെ എഴുതി ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് കണ്ടു. മാത്രവുമല്ല, തുണികൾ വയ്ക്കുന്ന ഷെൽഫിൽ ഒരുപാട് വസ്ത്രങ്ങളും കുത്തിത്തിരികെ വച്ചിരിക്കുന്നു. ഇവിടെ വേറെ ആരാണുള്ളത്? റാം തിരിഞ്ഞു നിന്നുകൊണ്ട് ചോദിച്ചു. എടാ, നിന്നെപ്പോലെ തന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെയും അനിയനും ഇവിടെ വന്ന് നിന്ന് ബികോം പഠിക്കുന്നുണ്ട്, കിരൺ. ഇപ്പോൾ കക്ഷി നാട്ടിൽ വരെ പോയേക്കുക. ഉടനെ വരും. ആള് ലേശം അരപ്പിരിയ. എന്തായാലും നിനക്ക് ചേരും. നാട്ടിൽ ഇതിനു മാത്രം കോളേജുകളുണ്ടായിട്ടും ബികോമും ഒക്കെ ചെന്നൈയിൽ വന്ന് പഠിക്കുന്നു. അപ്പോൾ അരപ്പിരിയല്ല, മുഴിപ്പിരിയ. അപ്പോൾ പിന്നെ വേറെ ഫിലിം സ്കൂളിലൊക്കെ നാട്ടിലുണ്ടായിട്ടും നീ ഇവിടെ തന്നെ സിനിമ പഠിക്കാൻ വന്നതോ? ഹിഹി. അത് പിന്നെ ഞാൻ സിനിമ മാത്രമല്ലല്ലോ, ഇവിടുത്തെ ആളുകളുടെ ലൈഫ് പഠിക്കാനും അതൊക്കെ ഒരു കഥയാക്കി എഴുതാനും കൂടിയല്ലേ വന്നേ, റാം ഇളിച്ചുകൊണ്ട് പറഞ്ഞു. അതൊക്കെ നല്ലത് തന്നെ. പക്ഷേ ലൈഫ് പഠിക്കുന്ന കൂട്ടത്തിൽ തല തെറിക്കാനും പറ്റിയ ബെസ്റ്റ് സ്ഥലമാണ് ചെന്നൈ. മര്യാദയ്ക്ക് നിന്നാൽ ഞാനും മര്യാദയ്ക്കാം. അനിയൻ്റെ കൂട്ടുകാരനാണെന്നോ കഥയെഴുത്തുകാരനാണെന്നോ ഒന്നും നോക്കൂല. അടുക്കളയിൽ ചപ്പാത്തി പലക ഇരിപ്പുണ്ട്. എന്തേലും അലമ്പിന് പോയാൽ തലമണ്ട അടിച്ച് ഞാൻ പൊട്ടിക്കും, കേട്ടല്ലോ. എന്തായാലും നീ പോയി ഫ്രഷ് ആയിട്ട് വാ. താഴത്തെ കടയിൽ പോയി വല്ലതും കഴിക്കാം. ബിനീഷേട്ടൻ സ്വന്തം മുറിയിലേക്ക് നടന്നുപോയി. റാം അയാൾ പറഞ്ഞ വാക്കുകൾ ഒരിക്കൽ കൂടി ചിന്തിച്ചു നോക്കി. ഏയ്, തലയൊന്നും അടിച്ചു പൊട്ടിക്കില്ലായിരിക്കും. ഇനി മനീഷിൻ്റെ പുരികത്തിലെ ആ മുറിപ്പാട് ഇയാളെങ്ങാനും തലയടിച്ച് പൊട്ടിച്ചതിൻ്റെ ആകുമോ? എന്തോ എടുക്കാനായി ഹാളിലേക്ക് തിരികെ വന്ന ബിനീഷേട്ടൻ അന്തരീക്ഷത്തിലേക്ക് നോക്കിക്കൊണ്ട് നിന്ന് റാമിനെ നോക്കി ചോദിച്ചു. നീ ഫ്രഷ് ആവാൻ പോയില്ലേ? ദേ പോയി. അവൻ വേഗത്തിൽ ബാത്റൂമിലേക്ക് പോയി. അവരുടെ അപ്പാർട്ട്മെൻറ്റിന് മുന്നിലുള്ള റോഡിൽ നിന്നുമാണ് ഓയിൽ മിൽ റോഡ് എന്ന് വിളിപ്പേരുള്ള ആ തെരുവിൻ്റെ ആരംഭം. പച്ചക്കറി കടകൾ, ദോശമാവ് വിൽക്കുന്ന കടകൾ, ഇലക്ട്രോണിക് കടകൾ, ചിക്കൻ സ്റ്റോൾ, കരിക്ക് വിൽക്കുന്ന കട, ചെറിയ തട്ടുകടകൾ, കൂട്ടത്തിൽ അല്പം പ്രൗഢിയോടെ നിൽക്കുന്ന നെൽഗ്രീസ് എന്ന മിനി സൂപ്പർ മാർക്കറ്റ്. ഇതൊക്കെയാണ് പ്രധാനമായും ആ തെരുവിലുള്ളത്. പിന്നെ റോഡ് സൈഡിലായി തട്ടുകടകൾ, പൂക്കൾ വിൽക്കാൻ നിൽക്കുന്ന തമിഴ്നാടിൻ്റെ പൈതൃകത്തെ ഓർമ്മിപ്പിക്കാവുന്ന തരത്തിൽ വസ്ത്രധാരണം ചെയ്ത ഒരു വലിയ മൂക്കുത്തിയിട്ട ചില അമ്മമാരും. റാമും ബിനീഷേട്ടനും തട്ടുകട പോലെ തോന്നിച്ച ഒരു ചെറിയ ഹോട്ടലിൽ കയറി ദോശ ഓർഡർ ചെയ്തു. വെളുത്ത തേങ്ങാ ചട്നിയും പുതിനയില ചട്നിയും സാമ്പാറും കൂട്ടി അല്പം പുളിയുള്ള ചൂട് ദോശ കഴിച്ചപ്പോൾ റാമിന് രുചിയിൽ എന്തോ പ്രത്യേകത തോന്നി. പുതിനയില ചട്നി അങ്ങനെ ദോശയ്ക്കൊപ്പം കഴിച്ചിട്ടില്ലാത്തത് കൊണ്ടാവും പ്രത്യേക രുചിയെന്ന് അവൻ ഓർത്തു. പക്ഷേ ദോശമാവിന് 1 ലിറ്ററിന് 30 രൂപ എന്നുള്ള ബോർഡ് തൂക്കിയ കടകളുള്ള അതേ തെരുവിലെ തട്ടുകടയിൽ ഒരു ദോശയ്ക്ക് 15 രൂപ വാങ്ങുന്ന ഗുട്ടൻസ് റാമിനെ എത്ര ചിന്തിച്ചിട്ടും പിടികിട്ടിയില്ല. എങ്കിലും ഇത് ഇച്ചിരി അന്യായമല്ലേ ചേട്ടാ?
കടയിൽ നിന്നും തിരികെ റൂമിലേക്ക് നടക്കുമ്പോൾ അവൻ ബിനീഷേട്ടനോട് ചോദിച്ചു, ഹഹ, ദോശമാവൊക്കെ വാങ്ങി അത് ചുട്ട് തേങ്ങ ചിരകി അത് ചമ്മന്തിയാക്കി എപ്പോൾ കഴിക്കാനാടാ? ചെന്നൈയിൽ അതിനൊക്കെ സമയം കണ്ടെത്തുന്ന ബാച്ചിലേഴ്സ് തീരെ കുറവാണ്. ഇവിടെ സമയത്തിനാണ് വില. ഇപ്പോൾ ആ ദോശയ്ക്ക് 20 രൂപയാക്കിയാലും കഴിക്കാനായിട്ട് ആളുകൾ വരുമെന്ന് അവർക്കറിയാം. പുള്ളിക്കാരൻ ലാഘവത്തോടെ പറഞ്ഞു. ബിനീഷേട്ടാ, ദോശ ഞാൻ ചുട്ടോളാം. നാളെ തൊട്ട് നമുക്ക് വീട്ടിൽ തന്നെ പാചകം ചെയ്ത് കഴിച്ചാലോ? പിന്നെ ഈ പുറത്തെ ഫുഡും അത്ര ഹെൽത്തി അല്ലല്ലോ. അവൻ്റെ ചോദ്യം കേട്ട് ബിനീഷേട്ടൻ വീണ്ടും ചിരിച്ചു. ഇതൊക്കെ നാടുമാറി നിൽക്കുമ്പോഴുള്ള ആദ്യത്തെ ആവേശമാടാ. നാളെ തൊട്ട് നീ പഠിക്കാൻ പോയി തുടങ്ങുമല്ലേ? തിരക്കുള്ള ബസ്സിലും ട്രെയിനിലുമൊക്കെ കയറി ഊപ്പാട് വരുമ്പോൾ അത് താനേ മാറിക്കോളും. റാം പിന്നെ ഒന്നും പറയാൻ പോയില്ല. 3. ഫ്ലാറ്റിൽ തിരിച്ചെത്തിയതും എന്തൊക്കെയോ ഓൺലൈൻ ജോലികൾ ചെയ്യാനുണ്ടെന്നും പറഞ്ഞ് ബിനീഷേട്ടൻ അയാളുടെ മുറിയിലേക്ക് കയറി. റാം തൻ്റെ മുറിയിൽ നിന്നും ബാൽക്കണിയിലേക്കുള്ള വാതിൽ തുറന്നു. ഒരു കസേര എടുത്ത് അവിടെ ഇടാമെന്ന് വിചാരിച്ചപ്പോൾ അവിടെ ഒരു കസേര മുൻപേ കിടപ്പുണ്ട്. ചിലപ്പോൾ ആ മുറിയിൽ താമസിക്കുന്ന കിരണിന് ബാൽക്കണിയിൽ വന്നിരിക്കുന്ന സ്വഭാവം ഉണ്ടായിരിക്കുമെന്ന് അവൻ ഊഹിച്ചു. റൂമിൽ മൊത്തം അർത്ഥം മനസ്സിലാകാത്ത തരത്തിലുള്ള എന്തൊക്കെയോ ഇംഗ്ലീഷ് വാചകങ്ങൾ എഴുതി ഒട്ടിച്ചു വച്ചിരിക്കുന്നതും റൂമിൽ കിടന്നിരുന്ന ഫ്രീക്കൻ വസ്ത്രങ്ങളും കണ്ടപ്പോൾ മുതൽ കിരണിനൊപ്പം ഒരേ മുറിയിൽ തനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന ചോദ്യമായിരുന്നു റാമിൻ്റെ മനസ്സിൽ. അഥവാ അവന് ബുദ്ധിമുട്ടാണെന്ന് തോന്നിയാൽ കിടപ്പ് ഹാളിലേക്ക് മാറ്റാമെന്ന് റാം മനസ്സിലോർത്തു. ബാൽക്കണിയിൽ പോയിരുന്നതിന് ശേഷം ഫോണെടുത്ത് വീട്ടിലെ ലാൻഡ് ഫോണിലേക്ക് വിളിച്ചപ്പോൾ അത് പ്രവർത്തിക്കുന്നില്ല എന്നവന് മനസ്സിലായി. ഉടൻ തന്നെ അയൽ വീട്ടിൽ വിളിച്ച് താൻ ചെന്നൈയിലെത്തിയ വിവരം അമ്മയെ ധരിപ്പിക്കാൻ അറിയിച്ചു. പ്രകൃതി സ്നേഹിയും ആരോഗ്യകാര്യത്തിൽ അവിശ്വസനീയമായ തരത്തിൽ ശ്രദ്ധിക്കുന്നതുമായ അവൻ്റെ അച്ഛൻ അരവിന്ദൻ വീട്ടിൽ ആരും മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ സമ്മതിച്ചിരുന്നില്ല. ആവശ്യമുള്ളപ്പോൾ മാത്രം ഓണാക്കി ഉപയോഗിക്കണം എന്ന വ്യവസ്ഥയിലാണ് ചെന്നൈയിലേക്ക് പോരുമ്പോൾ റാമിന് അച്ഛനൊരു മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കുന്നത് പോലും. അതും സിനിമാ പഠനം എന്നൊക്കെ പറഞ്ഞ് കെഞ്ചിയപ്പോൾ മാത്രമാണ് ക്യാമറയുള്ള അത്യാവശ്യം നല്ലൊരു ഫോൺ വാങ്ങിക്കൊടുത്തതും. പാരമ്പര്യമായി പ്രകൃതിയെയും മണ്ണിനെയും അമിതമായി സ്നേഹിക്കുന്ന ഒരു നാടൻ കുടുംബമായിരുന്നു റാമിൻ്റേത്. അവൻ്റെ അച്ഛൻ 4 ഏക്കറോളം വരുന്ന സ്ഥലത്ത് പലതരം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഉൾപ്പെടെ നെല്ല് വരെ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു. വീട്ടിലെ ആവശ്യങ്ങൾ കഴിഞ്ഞുള്ള ഭക്ഷ്യവസ്തുക്കൾ വിൽക്കും. ജൈവ പച്ചക്കറികളും പഴങ്ങളും വാങ്ങാൻ റാമിൻ്റെ വീട്ടിലേക്ക് എന്നും അനവധി ആളുകൾ വന്നെത്തിക്കൊണ്ടിരുന്നു. ചെറുപ്പത്തിൽ റാമിന് അച്ഛനോട് ഭയങ്കരമായ വെറുപ്പായിരുന്നു. പിന്നീട് വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും അച്ഛൻ്റെ ചെയ്തികളും പറയുന്ന കാര്യങ്ങളും അവനെ കൂടുതൽ ഇരുത്തി ചിന്തിപ്പിച്ചു. താനും കുടുംബവും അനുഭവിക്കുന്ന മനഃശാന്തിയും കലർപ്പില്ലാത്ത അന്നവും സമൂഹത്തിൽ ജീവിക്കുന്ന ഭൂരിഭാഗം ആളുകളുടെയും സ്വപ്നമാണെന്ന് തിരിച്ചറിഞ്ഞ നാൾ മുതൽ അച്ഛൻ അവൻ്റെ റോൾ മോഡലായി. ആ അച്ഛനെ കണ്ട് വളർന്നതിനാൽ അവനിലും ചില പ്രത്യേക ലക്ഷ്യങ്ങൾ ഉണ്ടായി. അങ്ങനെ ഒരു ലക്ഷ്യമായിരുന്നു സിനിമാ പഠനവും പുസ്തകമെഴുത്തും. പുസ്തകമെഴുത്തിനെ അച്ഛൻ പൂർണ്ണമായും പിന്തുണച്ചു. പക്ഷേ സിനിമാ പഠനം അയാൾക്ക് ദഹിക്കുന്ന ഒന്നായിരുന്നില്ല. അച്ഛനെ പറഞ്ഞ് സമ്മതിപ്പിക്കാനായി അമ്മയും അനുജത്തിയും അവൻ്റെ ഒപ്പം കൂടി. ഒടുവിൽ 1 വർഷത്തെ ഫിലിം ഡിപ്ലോമ കോഴ്സ് ചെയ്യുവാൻ അവനെ അച്ഛൻ അനുവദിച്ചു. തമിഴ്നാടും അവിടുത്തെ ആളുകളുടെ ജീവിതശൈലിയും റാമിന് എന്നും ഒരു കൗതുകമായിരുന്നു. താൻ ആദ്യമായി എഴുതുന്ന പുസ്തകത്തെ തമിഴ്നാടുമായി ബന്ധപ്പെടുത്തുവാൻ അവൻ പരമാവധി ശ്രമിച്ചുകൊണ്ടിരുന്നു. വല്ലപ്പോഴും തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ പോയിട്ടുള്ള അനുഭവങ്ങൾ കൊണ്ട് ഒരു കഥ മുഴുമിപ്പിക്കാൻ കഴിയില്ല. അങ്ങനെയാണ് തമിഴ്നാട്ടിലെ സിനിമാ പഠനത്തെപ്പറ്റി അവൻ ഗൗരവമായി ചിന്തിച്ചത്. ഒടുവിൽ മനീഷിൻ്റെ ചേട്ടനെ വിളിച്ച് ചെന്നൈയിലെ മികച്ച ഫിലിം സ്കൂളുകളെപ്പറ്റി അന്വേഷിക്കുവാനും ചട്ടം കിട്ടി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഏടുപിടിയുന്നായിരുന്നു. ഫിലിം കോഴ്സ് ചെയ്യാൻ സമ്മതിക്കുമ്പോൾ റാം അതിനുവേണ്ടി തമിഴ്നാട് തിരഞ്ഞെടുക്കുമെന്ന് അച്ഛനും കരുതിയിരുന്നില്ല. എങ്കിലും അവന് കൊടുത്ത വാക്കിന്മേൽ അയാളും ഒടുക്കം സമ്മതിച്ചു. തൻ്റെ ഇരട്ട ലക്ഷ്യത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചപ്പോൾ ജീവിതത്തിൽ ആദ്യമായി വീട്ടുകാരെ പിരിയാൻ പോകുന്നതിലുള്ള ദുഃഖം മാത്രമായിരുന്നു അവന്. പ്രത്യേകിച്ചും തൻ്റെ അമ്മയെ തമിഴ്നാട് എന്ന തൻ്റെ ഫാൻറ്റസി ലോകത്തിലേക്ക് വന്നെത്തിയ അന്നത്തെ ദിവസം ഓരോന്നും ആലോചിച്ചും വീട്ടുകാരെ പിരിഞ്ഞ് ദുഃഖം വരുമ്പോൾ ഇടയ്ക്കിടെ കരിങ്ങാരി വെള്ളം കുടിച്ചു തീർത്തും അവൻ സമയം തള്ളി നീക്കി. പ്രിയ കൂട്ടുകാരെ, കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്. ഇനി ഇതിൻ്റെ അടുത്ത ഭാഗവുമായി ഞാൻ വരും വരേക്കും നിങ്ങൾക്കെല്ലാവർക്കും വിടാം.